ഹലോ ഗൈസ്, നമ്മൾ രാവിലെ ഒടുങ്ങി പുറത്തിറക്കാൻ വേണ്ടി കാത്തിരിക്കണത്. ഇന്ന് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ദിവസമാണ്. ഭയങ്കര മഴക്കാരി, ഭയങ്കര മഴ ഇതൊക്കെ ഇരുന്നു. അതെ, ഇപ്പോഴും മഴക്കാരുണ്ട്. ഞാൻ കാണിച്ചിട്ടാ. സമ്മർ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കരുത് കഴിഞ്ഞ ദിവസം വരെ അല്ലേ. ഇന്നലെ ഒരു അടിപൊളിയായിരുന്നു. പക്ഷെ ഇന്ന് നല്ല തണുപ്പുണ്ട്. ഇന്ന് ഇത്തിരി തണുപ്പുണ്ട് കേട്ടാ. ഞങ്ങൾ ഇങ്ങനത്തെ ഫുൾ കേക്ക് ഇട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മ ക്രിയാറ്റിൻ മേടിക്കാൻ പോണേന്ന്. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. കുറേ നാളെ നമ്മൾ ഇത് മേടിക്കണമെന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്ത് ഇറക്കണം. അവസാനം ഞാൻ ആ തീരുമാനത്തിലെത്തി ഗൈസ്. ഞാൻ ഇന്ന് ക്രിയാറ്റിൻ മേടിക്കാൻ പോണേന്ന്. ഇന്ന് വിളിക്കും നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ ക്രിയാറ്റിൻ്റെയും പ്രോട്ടീൻ പൗഡറിൻ്റെ ഒക്കെ റേറ്റ് കാണിച്ചുതരാം. നാട്ടിൽ ഈ സെയിം റേറ്റാണ്, എന്താണ് സംഭവം എന്ന്. ഈ സെയിം ബ്രാൻഡ് നാട്ടിലും കിട്ടുമോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടാ. ഓക്കെ, ലെറ്റ്സ് ഗോ. മഴ പെയ്ത് ഇന്നിപ്പോൾ മഴ പെയ്ത് എൻ്റെ പൊന്നേ മഴ. ഇതാണ് ക്രിയാറ്റിൻ, 24 €. എന്താണ് ക്രിയാ 0? ഏതാണ് സംഭവം? ഇതാണ് മേടിക്കണം, ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 29 €. ഇവിടെ കുറേ ബ്രാൻഡുകളുണ്ട്. ഇത് മാത്രമല്ല, പല ഫ്ലേവറുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടത്തിനുള്ള ഫ്ലേവർ ഇട്ട് ഇവിടെ. ഇത് വേ പ്രോട്ടീൻ, ഇത് ഐസൊലേറ്റ്. ഇതിന് തന്നെ ചെറിയ പാക്കുണ്ട്, വലിയ പാക്കുണ്ട്, അതിൻ്റെ ചെറുതുണ്ട്. ഈ പ്രോട്ടീൻ പൗഡർ റേറ്റ് നോക്കി. ഐസോ വേ 0 ലാക്ടോസ് ഫ്രീ ആണത്. ഇതിന് 79 €, അതായത് 80 €. എത്രയിലുള്ളത്? 2,270 ഗ്രാം. ഗൈസീസാണ് എടുത്ത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. എത്ര രൂപയാണ്? 30 €. അര കിലോന് 30 €. ശരി, ഇവിടെ പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിൻ മാത്രമല്ല കേട്ടോ, മഗ്നീഷ്യം ഉണ്ട്. ഇത് ബോഡി ബിൽഡിങ്ങിൻ്റെ തന്നെ ഷോപ്പാണ്. ഇതിനകത്ത് എല്ലാ സപ്ലിമെന്റ്സും ഉണ്ടാവും. ഇതെന്താ? ഇത് മറ്റേ പ്രോട്ടീൻ ഡ്രിങ്ക് എടുക്കുന്ന സാധനം. ബയോടെക് എന്നല്ലോ കമ്പനിയുടെ പേര്. ബയോടെക് USA. ഇത് നൈസ് കമ്പനിയാണ്. ഞാൻ കഴിക്കണ ഈ ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇതിപ്പോ എന്റെ അടുത്ത് ഉണ്ട്, അല്ലെങ്കിൽ അത് ഓർമ്മ മേടിച്ചാണ്. ഇതാണ് തമ്മിച്ചേട്ടന്റെ കൈ ഗത പോലെ ഇരിക്കാനുള്ള കാരണം. നീ മേടിച്ചെന്ന്? നീ വേയല്ല മേടിച്ചേ? സാധാ വേയ മേടിച്ചേക്കുന്നത്. അതേതാ മേടിച്ചത്? ചോക്ലേറ്റ് ഫ്ലേവർ. ഇതാ മേടിച്ചത്. ഓക്കെ. അപ്പൊ ബെർലിനിലുള്ള വേണമെങ്കിൽ കൂടെ ഒന്ന് നോക്കിക്കോ. ബയോടെക്കിന്റെ കിടിലൻ പ്രോഡക്റ്റ് ആണ്, ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ വന്നത് ബയോടെക്കിന്റെ ഷോപ്പിലാണ്, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ ബ്രാൻഡിന്റെ ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഡെക്കാത്തലോണും പിന്നെ ഡെക്കാത്തലോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പുറത്തുള്ള എല്ലാ ഷോപ്പുകളിലും ഓരോ പർട്ടിക്കുലർ ബ്രാൻഡിന്റെ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ വീട്ടിലേക്ക് പോകും. ഇനി രാത്രി ഇറങ്ങുള്ളൂ. രാത്രി എന്ന് പറയാൻ വേണ്ടി ഇപ്പൊ തന്നെ ഇവിടെ 7 ഇപ്പോഴും ഇരുട്ടായിട്ടില്ല. കണ്ട, വെളുത്തിരിക്കണ്ട. ഈ ഡേയിലായിട്ട് 9 വരെ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ബെർലിനിൽ സൂവോളേഷ ഗാർഡൻ എന്നുള്ള സ്ഥലത്ത് നല്ല നൈറ്റ് ലൈഫ് ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 10 മണി കഴിയാതെ ഇരുട്ടാവൂല. അപ്പൊ 10 മണി ജീവാഗൻ പോണു ബാർബസ്. ഇവിടെ ഓരോരോ തെണ്ടികൾ ജീവാഗണൊക്കെയാണ് ഓടിച്ചോണ്ട് കിടക്കണം. നമുക്ക് മറ്റേ സാധനം എന്തിനാണ് നമ്മ ഉജാലക്കുപ്പിടെ വണ്ടി ഓടിച്ചോണ്ടാണ് എപ്പോഴും നടക്കണം ഇവിടെ. ഒരെണ്ണം എടുക്കണ ഒരു ദിവസം. ജീവാഗണല്ല കേട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു ഫോഴ്സ് വാക്കണമെങ്കിൽ എടുക്കുന്നുണ്ട് അല്ലേ? അവൻ പലതും പറയും. 6 ലൈൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി രാത്രി ആണോ ഗൈസ്? നമ്മ അത് കഴിക്കാൻ പോണം. പൊട്ടിച്ച് ക്രിയാറ്റിൻ ഒരു സ്കൂപ്പാണ് എടുക്കുക. ഇത് സ്കൂപ്പല്ലേ? മരുന്നിന്റെ വേണം. മരുന്ന് പിടിച്ചോണം. കാണിച്ചു കൊടുത്തേ. ക്യൂർ വൈറ്റ്. ഇത് വേറൊന്നുമില്ല. ഗൈസ് ഇടാൻ പോണേ കേട്ടാ. ഇട്ട് കിഡ്നി അടിച്ചു പോയി. കലക്ക് ഉണ്ടോ? ഇല്ലല്ല. ഒരു ഉമ്മന്റെ ടേസ്റ്റ് നോക്കാം. എടുത്ത് ഒരു പൊടിയുള്ളതും കലക്കി കുടിക്കും. ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. കൂടെ കുടിക്കാൻ പോയാ കിഡ്നി അടിച്ചു പിന്നെ കുടിക്കണം. ചുക്കാമണി പോയി. രഞ്ജു ഒന്നാമത്തെ ആരും കിട്ടാനുള്ള ചുക്കാമണി കൂടി ഇല്ലെങ്കിൽ തീർന്നിട്ടാ. എന്തൊക്കെയാണ് ഞങ്ങളെ തോപ്പിക്കാൻ പറ്റുമല്ല. പയറല്ലേ? 2 മാസം കൊണ്ട് ഇവിടെ ഒരു 6 പാക്ക്, അവിടെ ഒരു 8 പാക്ക്. അവിടെ നോക്കണ്ട. ഒരാളെ ഞാൻ നോക്കി ഇന്ന് വന്നിട്ട് മാറ്റൊക്കെ വിരിച്ച് ഇതെല്ലാം ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഫോൺ വിളിക്കാൻ പഠിക്കാൻ വേണ്ടിട്ട് കൈകൊത്തേക്കിയ വീഡിയോ കോൾ മറ്റേ പ്രാങ്ക് എടുക്കുന്നുണ്ടോ ഇങ്ങനെ ഈ സൈഡ് കൊണ്ട് കൈകൊത്തി എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഗൈസ് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആരും കാണാൻ പറ്റാണല്ലോ. നമ്മുടെ 2 ഐഡിയ വേണ്ട. ഇപ്പോൾ സമയം 10:30. പോലെ
ഇത് ഏത് ഫ്ലാഗാണത്? ഇതാണ് സൂര്യ നൈറ്റ് ലൈഫ് ഗൈസ്. ഒച്ചപ്പാടാണോ? രാവിലെ നോക്കിയുമ്പോൾ എന്ത് സുഖമാണെന്ന് അറിയോ? എന്താണത്? BMW X6 ആണ്. X6 എന്ത് X6? ഇതിന് അതിനുള്ളിൽ എന്താണ്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു ജീവാഗം കിടക്കണോ അടുത്ത്? ആ ജീവാഗണത്. പൊളി 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 പൊളി. ഇതേ കാർമ ഫ്ലാഗ് ഇട്ട് പണിയാൻ പോണു. ഇത്ര നേരം പണിതൊന്നും പോരാമായിരിക്കും. T26 വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന്റെ അകത്ത് അമ്മായിരുന്നു സെർബിയായിട്ട് കളിച്ച് ഡ്രോ ആയതിന്റെ സന്തോഷ പ്രകടനം. സന്തോഷപ്രകടനമല്ല, കുന്തളിപ്പ്. ലോക കുന്തളിപ്പാണ് കാണിച്ചത്. കഴപ്പ്, ലോക കഴപ്പ്. ആ ഏരി വിട്ടാ മതി. ട്രെയിൻ കയറി അടുത്ത സ്ഥലത്തോട്ട് പോണേ. എവിടെയെങ്കിലും നൈറ്റ് ലൈഫ് കിട്ടുമെന്ന് നോക്കാം. നല്ല സ്ഥലത്തോട്ടാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കാറിലിട്ട് ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല, ജംഗ്ഷനിലല്ല. ആ ട്രാമൊക്കെ പോകുന്ന വഴി, അതുകൊണ്ട് ഇത്തിരി സേഫ് ആണ്. ഫൈൻ കിട്ടി. ഫൈൻ 60 യൂറോ ടിക്കറ്റ് കിട്ടി. അല്ല 60 യൂറോ ഫൈൻ അടയ്ക്കാൻ 6 യൂറോ. പക്ഷെ കാർഡുണ്ട്. കാർഡ് ഇപ്പൊ അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാല് 6 യൂറോ 7 യൂറോ ആണോ? നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് ആകിഷ്മാറ്റ് കിനോ. ആകിഷ്മാറ്റ് കിനോ എന്ന് വെച്ചാൽ തിയേറ്റർ എന്നല്ലേ? പക്ഷേ നമ്മ അല്ലേ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ബാർ ഉണ്ടാ നശിപ്പിച്ച് എടുക്കരുതെന്ന് അവര് ബോർഡൊക്കെ ഗൈസ് 1 മണിയായി. ഞങ്ങൾ ഓരോ ബീർ അങ്ങോട്ട് കച്ചവടം കയറിയിട്ട്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഞാൻ പറഞ്ഞിട്ട് കോഴണുണ്ടോ? ബിയറും കുടിച്ചിട്ട് തമ്മിച്ചേട്ടൻ പെണ്ണുകളുടെ ബാത്റൂമിൽ കയറി മൂത്രം ഒഴിച്ചു. അത് ഇവരും മൂത്രം ഒഴിച്ച് രണ്ടുപേരും കയറിയ ബാത്റൂം മാറിപ്പോയി. പെണ്ണുങ്ങളുടെ ബാത്റൂം പോയി. അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവര് നമ്മെ പറഞ്ഞ് സോറി, ഡോർ മാറിപ്പോയി. ഗൈസ് അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഓരോ ബീർ അങ്ങോട്ട് കാച്ചി. ഇനി നമ്മൾ നേരെ തിരിച്ച് സൂവിലേക്ക് പോവാണ്. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. അതാണ് അടുത്ത പ്ലാൻ. ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ ആകെ പറ്റിയ ഫുഡ് ഏതാണ്? ഡോണർ. വേറെ ഒന്നും കിട്ടൂല. ഡോണർ കബാബ്. ഇവിടെ ഗംബൂസ കബാബ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അതൊരു ഗംബൂസ കബാബ് ഷോപ്പാണ്. ഇതൊരു സ്പാറ്റി. നേരത്തെ ആക്കി കിട്ടിയ ഫൈൻ ഇപ്പൊ അവനെയും കിട്ടി. നേരത്തെ ആക്കി അടിച്ചു കൊടുത്താണ്. ഇപ്പൊ ബാക്കിൽ നിൽക്കണ പയ്യന്മാർക്കും അവന്മാർക്ക് ഫൈൻ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് മൊത്തം ഇറങ്ങിയാക്കാണ് ഉമാരി. ശനിയാഴ്ച ശനിയാഴ്ച ചില ദിവസങ്ങളിൽ ഉമാര് ഫുൾ ചെക്കപ്പ് ആയിരിക്കുള്ളൂ. തിരിച്ച സൂല് വന്ന് നേരത്തെ മറ്റേ വണ്ടി ഒച്ചപ്പാടൊക്കെ ഇപ്പൊ പോയിട്ടോ. ഇതുണ്ടോ ശാന്തമായി വിടാ. ഇവിടെ ഇരുന്ന് മൊത്തം വണ്ടി ഒച്ചപ്പാടുണ്ടാക്കിയിരുന്ന സ്ഥലം. എന്റെ പൊന്നു മച്ചന്മാരെ ഉടുക്കത്തെ തണുപ്പ് സമ്മറാന്ന് ഉടുക്കത്തെ തണുപ്പെന്ന് വെച്ചാൽ എന്നെ മുന്നേ ഒരു രക്ഷയില്ല. ഈ തെർമൽ സൂല് ഇട്ടിട്ടില്ല. ബീറടിച്ചിട്ട് ഇങ്ങനെ തണുപ്പ് കമ്പനി തിരിക്കണേട്ടണം. മാറ്റി നമ്മൾ ഡോണർ ബോക്സിന് വ്യതിചലിച്ചിരിക്കുന്നു. ഇത് ഫുൾ ചിക്കൻ, പിന്നെ ഇത് ക്രിസ്പി ചിക്കൻ. ഇതാണ് പാവങ്ങളുടെ KFC. ഇതെന്താന്ന് വെച്ചാൽ ഈ റൊട്ടിയും ഈ സോസും ഫ്രീ ആണ്. ഈ സാധനം നമ്മൾ മാത്രം മേടിച്ചാൽ മതി. ഇതിന്റെ ഒപ്പം നമുക്ക് റൊട്ടിയും സാധനങ്ങളൊക്കെ ഫ്രീ കിട്ടും. നല്ല അടിയാണൊക്കെ. വിശന്ന് പറഞ്ഞിരിക്കുന്നതാണ്. മറ്റേ ഇത് നമ്മുടെ നാട്ടിലെ സെയിം സാധനം ചിക്കൻ. ഇത് മറ്റേ KFC ചിക്കൻ്റെ തന്നെ വേറൊരു വകഭേദം. മറ്റേ ഇതിന്റെ റിസാർച്ച് ചിക്കൻ പറയണം. റിസാന്നാണ് കടറ പേര്. ഇതുണ്ടോ ഇത്ര വലിയ പീസ് ഉണ്ടാവും ഇതിനകത്ത്. അപ്പൊ വിലയോ തുച്ഛം ഗുണമാ മെച്ചം. ക്രിസ്പി ചിക്കനാണ്. ഇതെന്താണ് ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലേ? ബ്രോസ്റ്റഡ് ചിക്കൻ്റെ തന്നെ ഇത് മറ്റേ കോൺഫ്ലവറിന്റെ മാവാണെന്നോ. ഇതിനുള്ളിൽ നമ്മുടെ ചിക്കൻ കണ്ടോ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നമുക്ക് വെച്ചു നോക്കാം എങ്ങനെ നോടെ. മാറ്റു ശശി മാറ്റു. എൻ്റെ അമ്മ കൊടുക്കുന്ന ചൂട് ഒരു രക്ഷയില്ല. വിങ്സ് കഴിച്ചു നോക്കാം. സോഫ്റ്റ് ഇറക്കിയിട്ട് വേണം പോട്ട. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. സമയം ഇപ്പോൾ 2 മണി. നൈറ്റ് ലൈഫിന്റെ തീരുമാനമായി. ഇനി വീട്ടിലെത്തുമ്പോൾ 3:30. പിന്നെ കുറച്ച് പരദൂഷണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ 4 മണി. അപ്പൊ മച്ചന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? അടുത്ത വീഡിയോ കാണുന്നവരെ
പണിയെടുത്തി ഇതാണ് ബെർലിനിൽ ഉപകാരം. 2:30 മണിയായിട്ട് ബസ് ഓടണുണ്ടോ? 2 ബസ്. ഇനിയിപ്പോൾ അടുത്ത ബസ് ഇപ്പോൾ വരും. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ ബസ്സുകൾ എത്ര ടൈമിൽ വരുമെന്നുള്ളത്. ദാറ്റ് ഈസ് ബെർലിൻ. ദസ് ഈസ് ബെർലിൻ. നോക്കിയിരുന്നാ മതി. സമയം കുറെ എന്തോ ക്യാൻസൽ എന്ന് പറയുന്നത് എഴുതി കാണിക്കും. വണ്ടി ക്യാൻസൽ ആയിരിക്കുന്നു. അതെല്ലാ വണ്ടിയും ക്യാൻസൽ ആക്കൂല. ഇപ്പൊ 2 പോയത് കണ്ടില്ലേ? 2 പോയി. ആ 5 തേടാ അതാണ് കണ്ട എന്താണെന്ന്. ബസ് അതാണ് വരുമെന്ന് പറഞ്ഞ. ദാറ്റ് ഈസ് ബെർലിൻ. ഇന്നലെ പണിയും കഴിഞ്ഞ് വന്ന് കൊല്ലമല്ല വണ്ടിക്കകത്തിരുത്തി. വണ്ടി ഇല്ലാത്തോണ്ട് വണ്ടി ഓട്ടിക്കത്തില്ല. വണ്ടി വന്ന് കേറ് ഗൈസ്.